ഹായ് ഹലോ വേഴ്സ്. ഇന്ന് രാവിലെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാവേ. ഞാൻ ദാണ്ട് ഗോതമ്പ് പൊടി ഇച്ചിരി ഉപ്പിട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇച്ചിരി ലൂസായിട്ടാണേ. പിന്നെ തേങ്ങയും പഞ്ചസാരയും കൂടി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഏലയ്ക്ക അങ്ങനെയുള്ളതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം, ഈ വെള്ളം തൊട്ടാണ് വാഴയില നമ്മൾ ഈ മാവ് പരത്തുന്നത് കേട്ടോ. പിന്നെ ഞാൻ വേറെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ദോശക്കല്ലും അടപ്പ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടടയാണേ. അപ്പോഴേ ഞാൻ ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാവേ. ഞാൻ ഈ ഇലയിലൊന്ന് പരത്തട്ടെ. ഇതാ, അപ്പം നമ്മൾ ഇച്ചിരി വെള്ളം കയ്യിലെടുത്തു, കയ്യിലൊന്ന് തുടച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ശകലം ഗോതമ്പ് മാവ് എടുത്ത് വെച്ചു. എന്നിട്ട് നല്ലതുപോലെ പരത്തണമേ. നല്ലതുപോലെ പരത്തി. ഇത് പണ്ടാണെങ്കിലേ, ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ സ്കൂൾ വിട്ട്, ഇപ്പം പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, ഒത്തിരി പഴയില്ല, സ്കൂൾ വിട്ട് വരുമ്പോൾ വിശന്നിരിക്കുമ്പം അമ്മ 4 മണിക്ക് വരുന്നതിന് പെട്ടെന്ന് ഉണ്ടാക്കി തരുന്ന ഒരു പലഹാരമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിലുണ്ടല്ലോ, അയ്യോ, ഇതും ഒരു കട്ടൻ ചായയും കൂടെ കുടിക്കുമെങ്കിൽ ഇത് മതി, നമ്മൾ സ്വർഗം കാണും. അത്ര ടേസ്റ്റിയാണ്. നമ്മൾ ശർക്കര ഞങ്ങൾ ഇത് വെച്ച് ചേർത്ത് കുറവാണ് ഉണ്ടാക്കുന്നത്, തേങ്ങയും പഞ്ചസാര. ഇപ്പം ഞാൻ തേങ്ങയും പഞ്ചസാരയും കൂടെ വെച്ച് അത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് മാറ്റി വെക്കട്ടെ. ഇനി ഒരെണ്ണം കൂടി ഉണ്ടാക്കട്ടെ. നമ്മൾ 2 എണ്ണം വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത ഒരു കുറച്ച് മാവും കൂടി എടുത്ത്, എന്നിട്ട് വീണ്ടും ഈ ഇല മുഴുവനായിട്ട് നമ്മളത് പരത്തണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾക്കൊന്നുമേ ഇപ്പോഴത്തെ ഇങ്ങനത്തെ അപ്പങ്ങളൊന്നും വേണ്ട അവർക്ക്. കാരണം ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും വിശപ്പ് എന്തുവാന്ന് അറിയത്തില്ലല്ലോ. അവർക്ക് ആവശ്യത്തിലധികം ഫുഡാണ്. അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള അറിയാത്തൊരു ഇതാണ്. അപ്പം നമ്മളൊക്കെ അന്ന് സ്കൂളിൽ നിന്ന് വിട്ട് വന്ന് കഴിയുമ്പോൾ അമ്മയെ വിശക്കുന്നെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാകും. അമ്മ പിന്നെ പെട്ടെന്ന് ഒരു വാഴയില എടുത്തുകൊണ്ട് വന്നു. ഇതേപോലെ തന്നെ പെട്ടെന്ന് അങ്ങോട്ടൊരു തേങ്ങ എടുത്ത് പുതച്ചു, കുറച്ച് തേങ്ങയും പഞ്ചസാരയും കൂടെ അങ്ങോട്ട് വെച്ച്. അന്നത്തെ അമ്മമാരുടെ ബുദ്ധികളൊന്നും ഇന്നത്തെ അമ്മമാർക്കുണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ. പിന്നെ ഞാൻ വേണ്ട 2 ഇലയുടെ ഉണ്ടാക്കി കേട്ടോ, 2 ഇല. ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ കാണിക്കാവേ. നമ്മുടെ ദോശക്കല്ല് ചൂടായി കിടക്കും കേട്ടോ. അതിലോട്ട് ഒരെണ്ണം ഇട്ടു, അടുത്ത ഒരെണ്ണം ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചെന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ മുകളിലോട്ട് ഈ ഭാരമുള്ള എന്തെങ്കിലും ഒരു പാത്രം. പണ്ട് എൻ്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൺചട്ടിയായിരുന്നു വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നത്. ഇപ്പം നമ്മൾ പിന്നെ ഒരു സ്റ്റീൽ പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് വെക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിൻ്റെ വെയിറ്റ് കാരണം ഇത് നല്ലതുപോലെ അടിഭാഗം മുരിഞ്ഞ് കിട്ടും. അപ്പം ഞാൻ ഈ അപ്പം ഒന്ന് ഉണ്ടാക്കി വരട്ടെ, കാണിക്കാവേ. ഇതാ, നമുക്ക് നോക്കാം എന്താ പറയാൻ. ഈ വെള്ളമൊക്കെ നല്ല ചൂടാണ്. അതേ നോക്കി, വാവ്, കണ്ടോ, നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇനിയും ഇപ്പുറത്തെ വശം കൂടെ നോക്കാവേ. കണ്ടോ, ഇതേ നോക്കി, നല്ല സൂപ്പറായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ ഒരു വശം വെന്തിട്ടുണ്ട്. ഇനി അടുത്ത വശം കൂടെ വേവട്ടെ. അപ്പോഴേ നമ്മുടെ അപ്പം എങ്ങനെയായെന്ന് നോക്കാവേ. ഓട്ടട അതേ നോക്കിയേ, ഈ വശം മുരിഞ്ഞു, ഈ വശം മുരിഞ്ഞു. നമ്മൾ എടുക്കുവാണ്. പക്ഷേങ്കിലുണ്ടല്ലോ, നമ്മളെപ്പോഴും ഉണ്ടാക്കിയാൽ ഇതിൻ്റെ 4 പുറവും തന്നെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് മൂപ്പിക്കണം കേട്ടോ. നല്ല ചൂട, എന്നാലേ ഇത് സൈഡെല്ലാം മുരിയത്തുള്ളൂ കേട്ടോ. അപ്പോഴേ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ടേ. അതാ നോക്കിയേ, നമ്മുടെ ഓട്ടട ഭയങ്കര ചൂടാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാനൊക്കെയാണെങ്കിൽ കുഞ്ഞിലെ ഇങ്ങനെ അങ്ങോട്ട് എടുക്കും കേട്ടോ. ഈ ഇല അങ്ങോട്ട് കളഞ്ഞിട്ടേ ഒരെണ്ണമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കും. എന്നിട്ടേ ഇതിൻ്റെ സൈഡ് കടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ തേങ്ങയും പഞ്ചസാരയോടെ ഈ ചൂടത്തിരുന്നിട്ടേ അതൊരു തേൻ പോലൊരു ലിക്വിഡാവും. അത് കടിക്കുമ്പോൾ അത് വായിലോട്ട് വരും കേട്ടോ. അതാണ് നമുക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നുന്നത്. അപ്പോഴേ ചൂടായതുകൊണ്ടേ ഞാനിപ്പോൾ അത് കടിക്കുന്നില്ല. പിന്നെ ഇപ്പം എല്ലാവർക്കും എൻ്റെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം. എന്നെ കാണുന്ന എല്ലാവർക്കും 1000 താങ്ക് യു.